നമസ്കാരം. ഫണ്ടർ 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. 63 മൂൺസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് കുറച്ച് നന്നായിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ സ്റ്റോക്കാണോ, ഇപ്പോൾ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്, എല്ലാവർക്കുമായിട്ടുള്ള ഒരു ഉത്തരമായിട്ട്. ഇതിനു മുമ്പുള്ള ആ ഒരു റിവ്യൂ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അകത്ത് പിൻ ചെയ്ത് കൊടുത്തിട്ട് കാണാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും 63 മൂൺസ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ ഒരു ചരിത്രം ചെറുതായിട്ട് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു തെറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ജിഗ്നേഷ് ഷാ ആദ്യകാലത്തെ ഫിൻടെക് സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായിട്ടുള്ള ഫിനാൻഷ്യൽ ടെക്നോളജീസിൻ്റെ ഉപജ്ഞാതാവാണ്, സ്ഥാപകനാണ് അദ്ദേഹം. ഈ ഫിനാൻഷ്യൽ ടെക്നോളജീസ് ആണ് സത്യത്തിൽ പിന്നീട് പേര് മാറിയിട്ട് 63 മൂൺസ് ടെക്നോളജി എന്ന പേരിലേക്ക് എത്തിയത്. ഈ ഫിനാൻഷ്യൽ ടെക്നോളജീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന MCXന്റെ ഒക്കെ പ്ലാറ്റ്ഫോംസും ഒക്കെ ഉണ്ടാക്കിയത്. അടുത്ത കാലം വരെ MCXന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടെക്നോളജീസിന്റെ അഥവാ 63 മൂൺസിന്റെ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. TCS അതിൻ്റെ ഇടയ്ക്ക് വന്നു. പക്ഷേ എന്തുകൊണ്ടോ TCSന്റെ പ്ലാറ്റ്ഫോംസ് അത്ര കൺവിൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്തില്ല. കൂടാതെ ഇന്ന് നമ്മൾ കാണുന്ന മിക്ക ഹയർ എൻഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും പിന്നീടുള്ള ചാലകശക്തി ഈ പറഞ്ഞ പോലെ 63 മൂൺസിന്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അത് ബ്രോക്കർ ആകട്ടെ, എക്സ്ചേഞ്ച് ആകട്ടെ, സെറ്റിൽമെന്റ്സ് ആകട്ടെ, ക്ലിയറിംഗ് ഹൗസ് ആകട്ടെ, ആരുമായിട്ടാണെങ്കിലും 63 മൂൺസിന്റെ MCXന്റെ ഈ ഒരു ഇൻകോർപ്പറേഷനോട് കൂടിയിട്ട് 63 മൂൺസ് അഥവാ അന്നത്തെ കാലത്തെ ഫിനാൻഷ്യൽ ടെക്നോളജീസിന് ലോകത്ത് എമ്പാട് നിന്നും ഒത്തിരി ഏറെ അന്വേഷണങ്ങൾ വന്നു അതേപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും. കാരണം അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് റൺ ചെയ്യുന്നത്, വെയർഹൗസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അന്നത്തെ കാലത്ത് അത്ര സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നതോ അത് ഇംപ്ലിമെന്റ് ചെയ്തതോ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളോ സിസ്റ്റംസോ ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം കാലം മാറി, കോമ്പറ്റീറ്റേഴ്സ് വളരെയധികം ഉണ്ടായി. ചെറുതും വലുതുമായിട്ടുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പുകൾ മുതൽ വലുതായിട്ടുള്ള കമ്പനികളായിട്ടുള്ള ഇൻഫോസിസും TCSും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സെഗ്മെന്റിന്റെ അകത്ത് പ്ലാറ്റ്ഫോംസുകളും APIകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കാലം മാറി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 63 മൂൺസിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സോ ക്ലിയറിംഗ് ഹൗസോ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരുടെ APIസോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസിനോ ഇന്റഗ്രേഷനോ വേണ്ടിയിട്ട് 63 മൂൺസിനെ തന്നെ സമീപിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനിപ്പം ഇൻഹൗസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉള്ള ICICI പോലത്തെ കമ്പനികൾ, ICICI സെക്യൂരിറ്റീസ് ഉൾപ്പെടെ ഉള്ളവരുടെ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് 63 മൂൺസിനെയാണ്. അപ്പം ഈ ഒരു അപ്രമാദിത്യം അത് എന്തുകൊണ്ടാണെങ്കിലും 63 മൂൺസിന് ഉണ്ട് എന്നുള്ള സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിൻടെക്കിന്റെ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അകത്തുള്ള, അപ്പോൾ ബ്രോക്കറേജ് ടെക്നോളജി സൊല്യൂഷൻ ആകട്ടെ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ടെക്നോളജി സൊല്യൂഷൻ ആകട്ടെ, റിസ്ക് മാനേജ്മെന്റ് ആകട്ടെ, ക്ലിയറിംഗ് ഹൗസ് ആകട്ടെ, ഇവർക്ക് എല്ലാം ഉള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇത് കൂടാതെ ഈ 63 മൂൺസിനെ കുറച്ച് രീതിയിൽ എനിക്ക് കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ആകർഷണീയത എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ് ആണ്. അതായത് പാറ്റൻസുകളുടെ എണ്ണം ഓരോ ദിവസവും ഉണ്ടാകും. പ്രത്യേകിച്ച് TCSോ അല്ലെങ്കിൽ ഇൻഫോസോ പോലെ എല്ലാ സെഗ്മെന്റിന്റെ അകത്തും എൻറ്റയർ BFSI സെഗ്മെന്റിന്റെ സെക്ടറിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്കുള്ള അത്രയും തന്നെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അകത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 63 മൂൺസിനും പേറ്റൻസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു കമ്പനിയുടെ കോമ്പിറ്റൻസി, ആ ഒരു കമ്പനിയുടെ പാസീവ് റവന്യൂസ് ഉണ്ടാകും എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. മറ്റൊന്നുള്ളത്, വലിയ രാജ്യങ്ങളല്ല, അതായത് വലിയ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന രീതിയിലല്ല, പക്ഷെ മിഡിൽ ഈസ്റ്റിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഇവരുടെ പ്രസൻസ്, അവിടെയൊക്കെ ഒരു മോണപ്പോളി പോലെ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പം അടുത്തിടെ 63 സാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഹയർ എൻഡ് ഫിൻടെക് പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി, അത് 63 സാറ്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റവന്യൂസ് സത്യത്തിൽ അതിന്റെ ഒരു റവന്യൂ വിസിബിലിറ്റി വന്നിട്ടില്ല എന്നുള്ള സത്യം നിലനിൽക്കുന്നു. ചിലപ്പോൾ അതിന്റെ ഒരു റവന്യൂസ് വന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റിന്റെ അത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2025 അവസാനത്തോടു കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതുന്നത്. പക്ഷെ അതൊരു വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ അടുത്ത കാലത്തുള്ള കമ്പനി ട്രാൻസ്ക്രിപ്ഷൻ്റെ അകത്ത് പറയുന്ന Web3, മെറ്റാവേഴ്സ്, AI അഡാപ്റ്റേഷൻ, എസ്പെഷ്യലി സൈബർ സെക്യൂരിറ്റിയും അതുപോലെ ഫിൻടെക് സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ള AI അഡാപ്റ്റേഷൻ, ഇതെല്ലാം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് കൊടുക്കുന്നത്. കാരണം പല പഴയ കമ്പനികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഒരു കാലത്തെ രാജാക്കന്മാരായിരുന്നെങ്കിലും പിന്നീട് അതിനനുസരിച്ച് ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടില്ല. നമ്മുടെ നോക്കിയുടെ ഒക്കെ കഥ പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ കഥ പറയുന്ന പോലെയാണ്. പക്ഷേ 63 മൂൺസ് ഒരു ലോഗ് ഇയറിൽ ഏതാണോ സെഗ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു ഫോക്കസ് ചെയ്യുന്ന സെഗ്മെന്റിന്റെ അകത്ത്
അതാത് കാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കമ്പനി ഭയങ്കര നല്ലതാണോ, വേറൊരു ദോഷങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത്. കാരണം ഈ കമ്പനിയുടെ ദോഷങ്ങളും കൂടി പറഞ്ഞാൽ മാത്രമേ സത്യം പറഞ്ഞാൽ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഇത് നിക്ഷേപിക്കണോ, അയാളുടെ ഒരു റിസ്ക് ഹാബിറ്റേറ്റ് വെച്ചിട്ട് നിക്ഷേപിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ കഴിയും. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു റിസ്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു റിസ്ക് ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അകത്ത് റെഗുലേറ്ററി കംപ്ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെബിയുടെ ഒക്കെ എന്തെങ്കിലും ഒരു പുതിയൊരു റെഗുലേറ്ററി അപ്രൂവൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ചേഞ്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം റീവർക്ക് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട പണവും വളരെ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ 1-2 ക്വാർട്ടറിൽ അത് ആ ഒരു റവന്യൂ വിസിബിലിറ്റി മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ 1-2 ക്വാർട്ടർ റിസൾട്ട് അമ്പേ മോശമായിരിക്കും. അപ്പൊ ഈ ഒരു കാലഘട്ടങ്ങളിൽ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകും. അപ്പൊ ഇതൊരു റിസ്ക് ആണ് സത്യത്തിൽ നിക്ഷേപകനെ സംബന്ധിച്ച്. അത് പെട്ടെന്നാണ് വരിക. ബാക്കിയുള്ള കമ്പനികളെ പോലെ, സാധാരണ സോഫ്റ്റ്വെയർ കമ്പനികളെ പോലെ പതുക്കെയല്ല ഈ റവന്യൂ കുറയുകയൊന്നും ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് റീവർക്ക് ചെയ്യുന്ന സമയത്ത് റവന്യൂ അമ്പേ ഇല്ലാണ്ടായി പോവും, എക്സ്പെൻസ് കണ്ടമാനം കൂടും. ഇതിന്റെ ഒരു ഗുണം പിന്നീട് 2-3 ക്വാർട്ടർ കഴിയുമ്പോഴേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു റിസ്ക് ആണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്. പിന്നെ താരതമ്യേന ബാക്കി സോഫ്റ്റ്വെയർ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഓപ്പറേഷണൽ കോസ്റ്റ് താരതമ്യേന വലുതാണ്. പിന്നെ ഞാൻ നോക്കി കണ്ടിട്ടുള്ളത് മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്ന ഒരു 2-3 ക്ലയൻസിന്റെ അടുത്ത് നിന്നാണ് ഏകദേശം 80% റവന്യൂ വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിലൊരു ക്ലയന്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വലിയ റവന്യൂ ഡിപ്പ് വരും. അവിടെ 15 മുതൽ 20% വരുന്ന ഒരു റവന്യൂ ഡിപ്പ് വരും. ഇതും പ്രത്യക്ഷത്തിൽ റിസൾട്ട്സിനെ ബാധിക്കും. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് പ്രൈസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഇതിന്റെ നമ്പേഴ്സ് കൂടി പെട്ടെന്ന് പോയിട്ട് വരാം. നമുക്ക് കാണാൻ കഴിയും സ്റ്റഡി ആയിട്ടോ ക്രമാനുഗതമായിട്ടോ ഉള്ള ഒരു സെയിൽസ് കൂടുതലോ കുറവൊന്നുമില്ല. വളരെ ഇറാറ്റിക് ആയിട്ടുള്ള ഒരു സെയിൽസ് ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ ആണുള്ളത്. അതിന് ആനുപാതികമായിട്ടൊക്കെ തന്നെയാണ് എക്സ്പെൻസ് ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ ഒന്ന് പ്രതിപാദിച്ചത്. അതായത് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചില ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ചില വർഷങ്ങളോ വളരെ കൂടുതലാകാം. അത് പ്രോഫിറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നത് മാർച്ചിൽ 2021-22 കാലങ്ങളിലൊക്കെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെ നെഗറ്റീവാണ്. അതേസമയം 2024 ആയപ്പോൾ പോസിറ്റീവായി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സാധാരണ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒക്കെ പ്രോഫിറ്റ് മാർജിനേക്കാളും അമ്പേ താഴെയാണ്. തുലവും തുച്ഛം മാത്രമാണ്. അതിന് 20% എന്നൊക്കെ പറയുന്ന പ്രോഫിറ്റ് മാർജിൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഒരു ഫിൻടെക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. കാരണം ചില മാനുഫാക്ചറിങ് കമ്പനികൾക്ക് പോലും ഇതിനേക്കാളും കൂടുതലുണ്ട്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് ഏകദേശം ശരിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 45% ഇരിക്കുന്നു, FIS 3%, പബ്ലിക് 51% ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചവർ എന്ത് ചെയ്യണം, അതേപോലെ ഇനി പുതുതായിട്ട് നിക്ഷേപങ്ങൾ വേണമോ വേണ്ടിയോ എന്നുള്ളതാണ്. ഈ 2 ചോദ്യങ്ങളാണുള്ളത്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചവർ എന്തായാലും ലാഭത്തിലായിരിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. കാരണം സെപ്റ്റംബറിൽ 326 എന്ന നിലയിൽ നിന്നും ഇന്നത്തെ 730 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിക്ഷേപിച്ചവർ എന്തായാലും എല്ലാവരും ലാഭത്തിൽ തന്നെയായിരിക്കും, മോശമില്ലാത്തൊരു ലാഭത്തിൽ തന്നെയായിരിക്കും. ഇവരെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ടേം റെസിസ്റ്റൻസിന്റെ ഒക്കെ അടുത്തെത്തി നിൽക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടീഷൻ കൂടി ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയ തെറ്റില്ല. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, ഒരു ലോങ് ടേം ഹോൾഡിങ്ങിലേക്കാണ് പോകുന്നത് എങ്കിൽ ഇത്ര വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിപ്പെട്ടതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 730 ആണെന്നുള്ളതുകൊണ്ട് ഒരു 650 രൂപ എന്ന സ്റ്റോപ്പ് ലോസിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ അകത്തും തെറ്റില്ല. പുതുതായിട്ട് എൻ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ച് 750, 760 എന്ന വില നിലവാരം ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതൊരു ഹയസ്റ്റ് പ്രൈസാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു 760 എങ്കിലും ക്രോസ് ചെയ്തെങ്കിൽ മാത്രം വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സുരക്ഷിതം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. കാരണം ഓൾറെഡി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം 53-54 എന്ന ഒരു PE വാല്യൂസിലാണ്. ഞാൻ സാധാരണ രീതിയിൽ കാര്യമായിട്ട് PEക്ക് വലിയ വില കൊടുക്കാറില്ല. പക്ഷേ അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ, അതേപോലെ തന്നെ EV to EBITDA എന്നിവയെല്ലാം അതിൻ്റെ ഒരു ഹയസ്റ്റ് വാല്യൂവിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു മോഡറേറ്റ് റിസ്കിലുള്ള ആളല്ലെങ്കിൽ ഈ നിലയിൽ എൻ്റർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ക്വാർട്ടർലി റിസൾട്ട് കാത്തിരിക്കുന്നതായിരിക്കും. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളൊരു 750 മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ അടുത്തായിട്ട് ടാർഗറ്റ് എത്രയായിരിക്കുന്നതായിരിക്കും പലർക്കും സംശയം ഉണ്ടാകുന്നത്. ടാർഗറ്റ് ഒരു 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ ഒരു 2000 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വേണമെങ്കിൽ മുമ്പോട്ട് വെച്ചിട്ട് പോകാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ വില നിലവാരത്തിലൊക്കെ എടുത്തിട്ട് ഒരു 10, 25, 30 രൂപ താഴേക്ക് വന്ന് അപ്പോഴേക്കും ക്ഷമ കെട്ടിട്ട് ഇതിന് മുകളിലേക്ക് താഴേക്ക് പോകുമെന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങരുത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ തരത്തിലുള്ള നിക്ഷേപകരെ കുറിച്ചും പറഞ്ഞത്.
ദീർഘകാല നിക്ഷേപനെ സംബന്ധിച്ച് ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് മൾട്ടി ബാഗർ എന്ന രീതിയിലേക്ക് ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ 5-10% അകത്തോ ഒക്കെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ടാർഗറ്റ് വെച്ച് എക്സിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്ത് മൾട്ടി ബാഗർ ഉണ്ടാകില്ല. നിങ്ങളൊരു ട്രേഡറായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഭാരത സർക്കാരിന് അതുകൊണ്ടുള്ള ഗുണം ലഭിക്കും. കാരണം 20% പ്ലസ് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഭാരത സർക്കാരിലേക്ക് പോകും. ദീർഘകാല നിക്ഷേപം എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുക, പ്രോഫിറ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിൻ്റെ അകത്ത്, റിസ്ക് ആപ്പിറ്റൈറ്റിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുമെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊസിഷൻ സൈസിങ് ആണ്. എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് പറയുന്ന പോലെ തന്നെ പൊസിഷൻ സൈസിങ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഒരിക്കലും നിങ്ങൾ വിചാരിച്ച ഒരു ഫണ്ടിനേക്കാൾ കൂടുതൽ, ആ ഒരു പ്രൊപ്പോർഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് എത്ര നല്ലതാണെങ്കിൽ പോലും അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുക. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് അവസാനമായിട്ട് പറയാനുള്ളത് എത്തരത്തിലുള്ള സ്റ്റോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരു മീഡിയം റിസ്ക് സ്റ്റോക്കാണ്. ലോ റിസ്ക് അല്ല, ഹൈ റിസ്ക് അല്ല, ഒരു മീഡിയം റിസ്ക് സ്റ്റോക്കാണ്. ഇതേപോലത്തെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു റിസ്ക് പ്രൊഫൈലിൽ നിങ്ങൾ ഫിറ്റ് ആവുമെങ്കിൽ മാത്രം ഇതിൽ എൻറ്റർ ചെയ്യുക. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. മറ്റൊരു അധ്യായത്തിന് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.